സ്വർണ്ണക്കള്ളക്കടത്തിന് മാത്രം പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര മന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നു. നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത്, കരിപ്പൂരിലെ പോലീസിലെ സ്വർണ്ണക്കള്ളക്കടത്ത്, ശബരിമലയിലെ ഇപ്പോൾ സ്വർണം കള്ളക്കടത്ത്, ഇതിനൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി പിടികൂടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ 8ാം പ്രതിയായിട്ടുള്ള ആള് നേരത്തെ ശബരിമലയിൽ കോട്ടയം SP ആയിരുന്ന കാലത്ത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ഒരു DIG ആണ്. അദ്ദേഹം ഉൾപ്പെടെ ഇപ്പൊ സുജിത് ദാസും അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെട്ടപ്പോ നോക്കൂ, നിങ്ങൾ ആ കേസിന്റെ ഇപ്പോൾ അവസ്ഥ അറിയാം. നിങ്ങൾ റെജി ലൂക്കോസ് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇപ്പോ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ എന്തിനാണ് ജയിലിൽ കിടന്നത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫ് ആ കാലഘട്ടത്തിൽ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇവർ നിരന്തരമായി, നേരത്തെ അജിൻസ് പറഞ്ഞത് വളരെ കൃത്യമാണ്, പോലീസിൽ ആഭ്യന്തര വകുപ്പിൽ മാഫിയ ഭരണമാണ്. സത്യസന്ധമായി അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ ശ്രീജിത്ത് മാത്രമല്ല, 4 DYSPമാർ ഈ കാലയളവിൽ പോലീസിൽ നിന്ന് സ്വയം പിരിഞ്ഞു പോന്നിട്ടുണ്ട്. സത്യസന്ധമായി പോലീസിൽ തുടരാൻ കഴിയാത്തതുകൊണ്ട്, നീതിയോടെ പോലീസിൽ കേസെടുക്കാൻ കഴിയാത്തതുകൊണ്ട്, CPMകാരുടെയും പോലീസിലെ മാഫിയയുടെയും സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത പോലീസുകാരുണ്ട്. നിങ്ങൾ എന്തിനെയാണ് ഇങ്ങനെ വെള്ളപൂശുന്നത്? ഇവിടെ കൃത്യമാണ്. ഇപ്പൊ പോലീസിലെ ഈ മലപ്പുറത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, തെറ്റായ കണക്കാണ് റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇവിടെ പെറ്റി കേസ്, കുട്ടികൾ ബൈക്കിൽ പോയാൽ, 3 ആൾ വെച്ച് പോയാൽ, തലയിൽ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചാൽ, ഈ കേസുകൾ മുഴുവൻ FIR ഇട്ടിട്ട്, ഈ കേസുകളിൽ മുഴുവൻ FIR ഇട്ടിട്ട് കേസുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചു. അത് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പറയുന്നു. കേരളത്തിന് പുറത്തുള്ള RSSകാർ ഉൾപ്പെടെ അത് ഉപയോഗപ്പെടുത്തുന്നു. എല്ലാം കഴിഞ്ഞ് 2 ദിവസം പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇത് നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? അത് പ്രബുദ്ധരായ മലയാളികൾ വിശ്വസിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ നോക്ക്, ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്ര വിദഗ്ധമായി അദ്ദേഹം അച്ചടക്ക ലംഘനം നടത്തിയെന്ന്. ഇവിടെ സുജിത് ദാസ് മരം മുറിച്ചത് വളരെ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. MR അജിത് കുമാർ ഇപ്പോഴും ADGP ആണ്. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് കോടതി ഉൾപ്പെടെ ശക്തമായ ഭാഷ വിമർശനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നു. സുജിത് ദാസിന് പുതിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു. കൃത്യമായ നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ വോയിസ് മെസ്സേജ് പുറത്തു വന്നതാണ്. MLAയുടെ കയ്യും കാലും പിടിക്കുന്ന വോയിസ് വന്നതാണ്. അതിനൊന്നും നടപടിയില്ല. സത്യസന്ധമായി പോലീസിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്നു. ഇതിനെ ന്യായീകരിക്കാൻ ചില്ലറ തൊലിക്കെട്ടൊന്നും പോരാ. നോക്കൂ, നിങ്ങൾ നമ്മളെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടവരാണ് പോലീസ്. നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞല്ലോ, സത്യത്തിൽ ആർക്കാണ് ഇവരെ സംരക്ഷണം കൊടുക്കുന്നത്? പോലീസിലെ ക്രിമിനലുകൾക്ക്. CPMന്റെ മാഫിയ സംഘം നമുക്കറിയാലോ. ഇപ്പോ ഞാൻ മറ്റ് വിഷയങ്ങളിൽ പോകുന്നില്ല. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് പോലീസ് പുറത്ത് മദ്യം വാങ്ങി കൊടുക്കുന്നു. അവർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, രാമനാട്ടുകരയിൽ സ്വർണം പൊട്ടിച്ച് കൊണ്ടുപോകുന്ന 5 പേര് കൊല്ലപ്പെടുന്നത്. ആ അന്വേഷണം എന്തായി? ഒറ്റപ്പാലത്തുകാരായിട്ടുള്ള ആളുകൾ രാമനാട്ടുകരയിലേക്ക് അങ്ങോട്ട് കോഴിക്കോട്ട് ഭാഗത്തേക്ക് എന്തിനാണ് പോയത്? അതിന് അന്വേഷണം എവിടെത്തി? ഏത് കാലഘട്ടത്തിലായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇതൊക്കെ അന്വേഷിച്ചാൽ എത്തുന്നൊരു സ്ഥലമുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തും. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിന്റെ എല്ലാ വിഹിതം കൃത്യമായി നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലും CPMന്റെ ആസ്ഥാനത്തേക്കും എത്തുന്നുണ്ട്. അല്ലാതെ എന്തിനാണ് ഇവർ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഇത്ര സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ഓഫീസിൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് ഷാക്കിർ ചോദിച്ചു. ജോപ്പനെയൊക്കെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും.